തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും മാത്രമായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെന്റ് ജില്ലാ ആശുപത്രികളിലും ലഭ്യമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 2022 കാത്ത് ലാബ് യാഥാർത്ഥ്യമായത് ഇതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ MLA ADS ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫിസിയോതെറാപ്പി കെട്ടിടത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ലാബ്, ഫിസിയോതെറാപ്പി ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യരംഗം കഴിഞ്ഞ 8 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും പുതിയ ചികിത്സാ സംവിധാനമാണ് ഒരുക്കുന്നത്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ക്യാൻസർ വന്ന ഭാഗത്ത് മാത്രം റേഡിയേഷൻ നൽകി ചികിത്സ നൽകുന്നു. രോഗത്തിന് ചികിത്സ നൽകുന്നതിനപ്പുറം രോഗാതുരത കുറയ്ക്കുകയാണ് ലക്ഷ്യം. ജീവിതശൈലി രോഗങ്ങൾ വെല്ലുവിളിയാകുമ്പോഴും അതിന്റെ തോത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ മരണനിരക്ക് ലോകത്തിൽ 95%, കേരളത്തിൽ ഇത് 25% മാത്രമാണ്. മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണിതെന്നും മന്ത്രി പറഞ്ഞു. 19.75 കോടി രൂപയിൽ പിണറായിൽ നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരോഗ്യ മേഖലയിലെ പുതിയ കാൽവെപ്പാകുമെന്നും മന്ത്രി പറഞ്ഞു. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന OPയിലേക്ക് ഡോക്ടറെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തെയും കൂടി വ്യക്തമാക്കുന്നതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യരംഗം കഴിഞ്ഞ 8 വർഷം നമ്മൾ നോക്കിയാൽ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ 8 വർഷം കൊണ്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന നയപരമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. കുടുംബാരോഗ്യം എന്നാൽ വെറും ഒരു ബോർഡ് മാറ്റിവെക്കുക മാത്രമല്ല, കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഇവിടെ മറ്റ് സൗകര്യങ്ങൾ, ലാബ് സൗകര്യം, മറ്റ് സൗകര്യങ്ങൾ, ബഹുമാനപ്പെട്ട CM തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ഫിസിയോതെറാപ്പി സെന്ററിന്റെ കെട്ടിടമാണ് വളരെ മനോഹരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മൾ ജില്ലാ തലത്തിലേക്ക് നോക്കുമ്പോൾ താലൂക്ക് തലം മുതൽ താലൂക്ക് ആശുപത്രി, പിന്നീട് ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി. 8 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാർഡിയോളജി ചികിത്സ ഉണ്ടാകുമെന്നുള്ളത് സ്വപ്നം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നോക്കുമ്പോൾ 2022 അവിടെ കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. കോടിക്കണക്കിന് രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ടാണ് കാത്ത് ലാബ് സാക്ഷാത്കരിച്ചത്. ജില്ലാ പഞ്ചായത്തും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ സ്ത്രീ പദവി പുസ്തക പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. കണ്ണാടി വെളിച്ചം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഹാരം കുട്ടികൾ മന്ത്രിക്ക് കൈമാറി. അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷനായി. LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജാൻസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട്, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PM മോഹനൻ, M രമേശൻ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം KK റീന, DMO ഡോക്ടർ M പീയൂഷ്, ഡെപ്യൂട്ടി DMO KT രേഖ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്ന, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, ജില്ലാ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ CP ബിജോയ്, CHC ഇരുവേരി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മായ, അഞ്ചരക്കണ്ടി FSC ഹെൽത്ത് ഇൻസ്പെക്ടർ CC രാജേഷ്, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KM മാത്യു, ജനപ്രതിനിധികൾ, ആരോഗ്യ വകുപ്പ് ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.